ഹലോ ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് എവരിബഡി. ഇന്നലെ ഞാൻ തലയിൽ ആ സാധനങ്ങളൊക്കെ തേച്ചില്ലേ, സൂപ്പർ, ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ. ഒറ്റ മുടി പൊഴിയുന്നില്ല. ഇങ്ങനെ പിടിച്ച് നിർത്തിയ പോലെ മുടി പൊഴിച്ചിൽ നിന്നു. എന്തൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ, താരൻ പോയാൽ തന്നെ നമ്മൾക്ക് മുടി പൊഴിച്ചിലും എല്ലാ സംഗതിയും മാറി മുടി നല്ലതായിട്ട് വളരും, താരൻ പോയാൽ തന്നെ. അപ്പോൾ താരൻ പോകാൻ വേണ്ടി ഞാൻ എന്തുമായിരുന്നു ചെയ്തത്, പേരയിലെ ആര്യവേപ്പും ഭയങ്കര നല്ലതാണ് താരൻ പോകാൻ. അപ്പം ഞാൻ ഇന്നലെ തലയിൽ തേച്ച സാധനങ്ങൾക്കകത്ത് മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, താരൻ പോകാൻ വേണ്ടി പേരയില നല്ലതാണ്, പിന്നെ അതുപോലെ ആര്യവേപ്പ് നല്ലതാണ്. അപ്പോൾ ഇന്നലെ ഞാൻ പേരയില അതിനകത്തിട്ടു, ആര്യവേപ്പിട്ടു, കൂടാതെ തുളസി താരന് ഭയങ്കര നല്ല. പേനുണ്ടെങ്കിൽ, പേനില്ല കുഞ്ഞിലേ ഏതാണ്ട് 10ാം ക്ലാസ്സും വരെ, അതിന് മുമ്പേ ഹൈസ്കൂളിൽ കയറിയപ്പോഴേ പേൻ്റെ ശല്യമൊക്കെ തീർന്നു. ഉള്ള മുടിയല്ലായിരുന്നു. പണ്ടൊന്നും നമ്മളെപ്പോഴും എപ്പോഴും നല്ല ഷാമ്പുവേ ഉപയോഗിക്കത്തില്ലല്ലോ. നമുക്ക് പണ്ടൊന്നും അങ്ങനെ ഇല്ല. പിന്നെ ഞാനൊക്കെ എൻ്റെ അമ്മ തലയിൽ എന്നും കുളം പോലെ എണ്ണ തേക്കുക. ഞാൻ പറഞ്ഞില്ല, എണ്ണയ്ക്ക് ഒരു വിശുക്കം കാണിക്കത്തില്ല. ഞങ്ങളുടെ മുഖത്ത് തേക്കുന്ന മഞ്ഞളിനും അമ്മ ഒരു വിശുക്കം കാണിക്കത്തില്ല. അത് കാരണം ദൈവത്തെ ഓർത്ത് അമ്മയ്ക്ക് ദീർഘായുസ് കിട്ടട്ടെ, എൻ്റെ അപ്പനും ദീർഘായുസ് കിട്ടട്ടെ. അപ്പൻ ഇതൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല. അമ്മ നല്ലതായിട്ട് ഞങ്ങളുടെ സൗന്ദര്യം സംരക്ഷിച്ചു, മുഖവും നല്ലതായിട്ട്. പിന്നെ ഞാനൊക്കെ കഴിക്കുവേലാത്തതിൻ്റെ കുഴപ്പമുള്ളായിരുന്നു. ഇങ്ങനെ പെൻസില് പോലെ ഈ ഇറുക്കിലിക്കൊള്ളിയില്ല, അതുപോലെ ഇരുന്നത്. എനിക്ക് വണ്ണം വെക്കാൻ വേണ്ടി മണർകാട് പള്ളിയിലും പിന്നെ അമ്മയ്ക്കറിയാവുന്ന സ്ഥലങ്ങളിലൊക്കെ അമ്മ നേർന്ന് 8 നോയമ്പ് മണർകാട് പള്ളിയിൽ എടുത്ത്, അങ്ങനെയൊക്കെ എനിക്കൊരു ശകലെങ്കിലും ഒരു മിനുക്കെങ്കിലും വരാൻ വേണ്ടി അമ്മ കരഞ്ഞ് പിന്നെ നോയമ്പെടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം അതിൻ്റെ എല്ലാം കേട് തീർത്തും. പക്ഷെ ഓവർ പണമൊന്നുമില്ല. നമ്മൾ ഏത് സമയം ഇങ്ങനെ അടങ്ങിയിരിക്കത്തില്ല, ഏത് സമയം ഇങ്ങനെ ഭയങ്കര ഡാൻസ് ഇല്ലേ. അതുകൊണ്ട് നമ്മുടെ ഒരു സ്ഥലത്തും വണ്ണം വെക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല. ടാങ്ടേ ഞാനും ജയക്കൊച്ചുമൊക്കെ ഇങ്ങനെ ഭയങ്കര അജിതക്കൊച്ച് എക്സസൈസ് ചെയ്യാത്തതുകൊണ്ട് അജിതക്കൊച്ചിന് വണ്ണം കേട്ടോ. എന്നാലും ഷേപ്പുള്ള വണ്ണമാണ്, കുഴപ്പമൊന്നുമില്ല. എന്നാലും പക്ഷേ ഇച്ചിരി വണ്ണമുണ്ട്. അതുകൊണ്ട് അജിതക്കൊച്ച് ഇതുപോലെ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ നമ്മൾക്ക് ഭയങ്കര വണ്ണം വെക്കും. എനിക്ക് പിന്നെ പറയുവേ ഇത് ചെയ്യുക കൂടെ ചെയ്ത പ്രത്യേകിച്ച് ഇനി എക്സസൈസിന് സമയം എടുക്കണ്ടല്ലോ. എന്നാലും എനിക്ക് കിതപ്പ് ഇന്നാളെ ഡോക്ടർ പറഞ്ഞ ഒന്ന് ഡീപ്പായിട്ട് ചെക്ക് ചെയ്തേക്കണം, ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്തേക്ക്. നോക്കിയിട്ട് ECGയിലൊന്നും കുഴപ്പമില്ല, എങ്കിലും ഒന്ന് നോക്കിയിരുന്നാൽ നമുക്ക് പേടിക്കണ്ടല്ലോ. ഈയിടെ കുട്ടനാടൻ്റെ നമ്മുടെ ബീനാക്കൊച്ചും പറഞ്ഞു, ചേച്ചി കിതയ്ക്കുന്നുണ്ടല്ലോ, പിന്നെ അതുകൊണ്ടൊന്ന് ചെക്ക് ചെയ്താലും ഇല്ലേലും രോഗം ഉണ്ടെങ്കിലും ഇല്ലേ, ചെക്ക് ചെയ്താൽ വല്ല കുഴപ്പമുണ്ട് നമ്മൾ പിന്നെ പെട്ടെന്ന് അറ്റാക്കൊന്നും മരിക്കത്തില്ല. ഇത് തുള്ളിച്ചാടി എല്ലാം കഴിച്ച് ഇങ്ങനെ ഷുഗറൊക്കെ ഉള്ളവർക്ക് പിന്നെ ഈയിടെ പിടിച്ചൊരു സംഗതിയല്ലേ, ടെൻഷൻ കൂടി പ്രഷർ, അങ്ങനെയൊക്കെ. കൊളസ്ട്രോൾ എനിക്കില്ല. എനിക്ക് ഒറ്റ പ്രാവശ്യം 260 അല്ല 230 അങ്ങനെയെങ്ങാണ്ട് ഒരു പ്രാവശ്യം വന്നു. അതെൻ്റെ ജീവിതത്തിൽ ആദ്യമായിരുന്നു. അതിന് മുമ്പും 200 എപ്പോഴും താഴെയാണ്, 180 അങ്ങനെയൊക്കെയാണ്. അതിന് ശേഷം അങ്ങനെ തന്നെ. പക്ഷേ ഈയിടെ ഒന്നും നോക്കിയില്ല. ഞാൻ ആ തീരുമാനം കിടന്നപ്പം നോക്കിയായിരുന്നു കേട്ടോ, ഒരു കുഴപ്പമില്ല. ഭയങ്കര ഭാരിച്ച ടെൻഷൻ വരുത്തി വെക്കുമ്പോൾ മാത്രം ഒരു പ്രഷർ, അതൊരു 5-6 മാസമായിട്ടുണ്ടായതാണ്, അല്ലാതൊന്നുമില്ല. അതിൽ കൂടുതലായിട്ടില്ല. എപ്പോഴും ലോ പ്രഷറായിരുന്നു. കാരണം കഴിക്കാൻ നടക്കുമെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ഉപവാസമാണ്. പിന്നെ എന്നിട്ട് ഷുഗറും പിടിച്ചു. ഉപവാസം എടുക്കുമ്പോൾ നമുക്ക് ഷുഗർ പിടിക്കും. വയറ് കാലിയായ പെട്ടെന്ന് എന്നിട്ട് ഉപവാസം തീരുമ്പം വല്ലതും കഴിക്കുകയല്ലേ അന്നേരം നമുക്ക് ഷുഗർ പിടിക്കും. ഷുഗർ പിടിച്ചിട്ട് പിന്നെ എനിക്കതിപ്പം കൂടിയത് അങ്ങനെ. അപ്പം അത് തേച്ചിട്ടില്ല, താരനും പോയി. മുടി തിക്കായ ഇങ്ങനെ ഒരു കട്ടിയുണ്ട്. ഇന്നലെ പിടിച്ചിട്ട് ഒരുമാതിരി ഇരിക്കുമായിരുന്നു, ഇന്നിപ്പോൾ പിടിച്ചിട്ട് നല്ലൊരു കട്ടിയൊക്കെ ഉണ്ട് മുടിക്ക്. പിന്നെ ഇവിടുന്ന് കുറച്ചെടുത്തതേ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുക. കുറേ ഈ ശകലം ഇവിടുന്ന് മാത്രം എടുത്ത്
കണ്ട. അപ്പോൾ പുറയിലും ഇതില്ല കിടന്നോളും, ഫ്രണ്ടിലും ഇങ്ങനെ ഇരുന്നോളും. ഞാൻ ഇപ്പോൾ പോയി ചീകിയെ, ഒട്ടും മുടി ചെടയില്ല, പിന്നെ മുടി ഒഴിയുന്നും ഇല്ല, പിടിച്ചവിടെ നിർത്തിയോലെ പോയി കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ്, പേരേര മസ്റ്റാണ് താരന്. അയ്യോ എൻ്റെ ജയക്കൊച്ചു പറയുക ഇന്നലെ, എൻ്റെ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടേ, താരനുള്ള മരുന്ന് ഞാൻ പറഞ്ഞതല്ലേ അത് ചെയ്തില്ലേന്നും. താരനുള്ള മരുന്ന് പിന്നെ ജയക്കൊച്ച് കാണിക്കുന്നുണ്ട് ചിരിച്ച് ഞാൻ എട്ടപാട് തീർന്നു പോയി. എന്നോട് ആരാൻ ചോദിക്കുകയും ചെയ്തു എന്നെ ചിരിക്കുന്നതെന്ന്. അവൻ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ജയാൻ്റിയുടെ വീഡിയോ കണ്ടിട്ടാണ്. അയ്യോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബൗള് എല്ലാവരും കണ്ടല്ലോ. അതിനകത്തോട്ട് കുറച്ച് നാരങ്ങാനീര്, പിന്നെ നാരങ്ങയുടെ കുരു പെറുക്കി കളഞ്ഞോ, കുരു പെറുക്കണം. അതൊരു 3-4 പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. കുരു പെറുക്കി കളഞ്ഞു. പിന്നെ അതിനകത്തോട്ട് തൈര് ഒഴിക്കണം. മുട്ടയുടെ വെള്ളയാണ് പിന്നെ ഒഴിച്ചത് രണ്ടാമത്. മുട്ടയുടെ വെള്ള ഇങ്ങനെ കുടഞ്ഞ് ഒഴിക്കുക. ഒഴിച്ചല്ലോ. അടുത്തത് കട്ടത്തൈര്, നല്ല പുളിയുള്ള കട്ടത്തൈര് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചല്ലോ, ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് മിക്സിയിലോ എവിടെയെങ്കിലും നിങ്ങൾ നല്ലതായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ ഉപയോഗിച്ച് മുടി ഒന്ന് മിനുസപ്പെടുത്തുക. എന്നിട്ട് നല്ലതായിട്ട് കണ്ണകലമുള്ള ചീപ്പിട്ട് ഒക്കെ ജയ പറഞ്ഞു ഞാൻ അതുപോലെ പറയുക. കാരണം ഞാൻ വീഡിയോ കാണുന്നില്ലെന്ന് ഓർത്ത് കാണും, അതുകൊണ്ടാണ്. കണ്ണകലമുള്ള ചീപ്പിട്ട്, എനിക്ക് എത്ര പഴയത് കണ്ടാൽ ആണെങ്കിൽ ഈ ഇങ്ങോട്ട് അങ്ങ് കയറിയത്, തലയിലോട്ട് കയറിയത് അവിടെ ഇരിക്കുവേ. ചിലപ്പം മറന്നു പോകും ചിലത്. കാരണം നമുക്ക് ഭയങ്കര ചിരിച്ചൊക്കെ ഇതായ കണ്ടൻ്റൊക്കെ നമ്മൾ നല്ലതായിട്ട് ഓർത്തിരിക്കും. പിന്നെ നല്ല പാചകമാണെങ്കിൽ ഞാൻ ഓർത്തിരിക്കും. പാചകം ഭയങ്കര ക്രൈസല്ലേ. എന്നിട്ട് അപ്പോൾ ഞാനിത് മറന്നുപോയില്ലേ. എന്നിട്ടിത് നല്ലതായിട്ട് നിങ്ങൾ മിക്സിയിൽ എവിടെ വേണേലും അടിച്ചിട്ട് അതെടുത്ത് തേക്കുക. തലയോട്ടിയെ സ്കാൽപ്പെന്നാണ് പറയുന്നത് പുള്ളിക്കാരി. പകഞ്ഞ് ഓരോ മുടി പകഞ്ഞ് ഇങ്ങനെ എടുത്ത് സ്കാൽപ്പേ നിങ്ങൾ നല്ലതായിട്ട് തേച്ച് കൊടുക്കുക. തേച്ചോ? എല്ലാവരും നന്നായിട്ട്, ഇവിടെയൊക്കെ കഷണ്ടിയുണ്ട്, ഇവിടെ എല്ലാം നന്നായിട്ട് തേക്കുക. തേച്ചിട്ട് പൊക്കി കെട്ടി മുടി നല്ലതായിട്ട് വലിച്ചിങ്ങനെ ചെയ്യല് പൊക്കി കെട്ടി ഇങ്ങനെ വെക്കുക. 20 മിനിറ്റ് കഴിയുമ്പോൾ ഷാമ്പൂ ഒന്നും ഉപയോഗിക്കേണ്ട, താളി ഒന്നും വേണ്ട, പച്ചവെള്ളത്തിൽ മുടി കഴുകുക. നന്നായിട്ട് കൈ കൊണ്ട് പതുക്കെ മുട്ടയുടെ വെള്ളം തേക്കുമ്പോൾ ഡ്രൈ ആയിട്ടിരിക്കുമല്ലേ, അന്നേരം പതുക്കെ നമ്മൾ മുടി പൊട്ടാതെ, എണ്ണ തേച്ചുകൊണ്ടും മുടി പൊട്ടത്തില്ല, അതിനായി ആദ്യമേ എണ്ണ തേക്കുന്നത്. അപ്പോൾ ഈ ഷാമ്പു ഇടുന്നതിന് മുമ്പ് നമ്മൾ പിന്നെ തലയിൽ എണ്ണ തേക്കുവാണെങ്കിൽ പിന്നെ ഷാമ്പു ഇട്ടതിന് ശേഷം കണ്ടീഷണർ ഉപയോഗിക്കേണ്ട, ഡ്രൈ ആകത്തില്ല. അങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനെ നല്ലതായിട്ട് മുടി നല്ല കഴുകി തോർത്തി അഴിച്ചിട്ട് ഉണക്കുക. താരം പോവും, ഉറപ്പായിട്ടും പോവും എന്നല്ലേ ജയക്കൊച്ചേ പറഞ്ഞേ. എന്നിട്ട് എന്നോട് പറയുക, ഞാൻ പക്ഷേ വിട്ടേ പോയി. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നും വീഡിയോ എന്താണെന്നും എല്ലാം എനിക്കറിയാം, ഞാനതുകൊണ്ടല്ലേ ഇപ്പം കാണിച്ചത്. പക്ഷേങ്കിൽ ആ കാര്യം അങ്ങ് വിട്ടു. ജയക്കൊച്ചത് കാണിച്ചില്ല, അത് തേക്കണമല്ലോ. പക്ഷെ ആ വീഡിയോ കണ്ടപ്പം ഞാൻ ഉറപ്പിക്കുമായിരുന്നെന്ന് ഓർത്തു. താരനുണ്ടല്ലോ, എനിക്കും താരനുണ്ടല്ലോ, അപ്പം ഞാനത് പിന്നെ ചെയ്യണമല്ലോ എന്ന് ഉറപ്പിക്കുമായിരുന്നു. ഞാൻ മറന്നു പോകത്തില്ലായിരുന്നു. പറ്റിയത് എന്നാന്ന് വെച്ചാൽ അതൊക്കെ അങ്ങ് വിട്ടു, താരൻ്റെ കേസൊക്കെ വിട്ടു. നമ്മൾ നമ്മുടെ ശരീരവും തലയും ഒന്നും ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ എനിക്ക് രാവിലെ നല്ലതായിട്ട്
രാവിലെ മുടി എന്നും പൊഴിയുന്നുണ്ടല്ലോ. അപ്പം ഇന്നലെ നല്ലതായിട്ട് മുടി അങ്ങ് പൊഴിയുന്നു. പിന്നെ വേർത്ത് കഴിയുമ്പോൾ നല്ല ഇങ്ങനെ ഭയങ്കര ചൊറിച്ചിലാണ്, ഭയങ്കര ചൊറിച്ചിൽ. നഖത്തിൻ്റെ ഇടയിലൊന്നും ഞാൻ നോക്കിയിട്ട് അത്ര കയറിയും ഒന്നുമില്ലായിരുന്നു. പക്ഷേ അപ്പം രാവിലെ ഇങ്ങനെ ആയപ്പോഴത്തേക്കിന് ഞാൻ ഓർത്ത് എന്തെങ്കിലും തേക്കാം. അപ്പം എനിക്ക് പെട്ടെന്ന് ഈ ആര്യവേപ്പ് ഓർമ്മ വരുള്ളൂ. ഞാൻ എപ്പോഴും ആര്യവേപ്പും തുളസിയാണ് ഈ താരന് വേണ്ടി പണ്ട് അരച്ചിട്ടുകൊണ്ട് വല്ലപ്പോഴും അരച്ചിട്ടുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് എൻ്റെ താരൻ മുഴുവൻ പോയത്. ആര്യവേപ്പും തുളസിയും കൂടെ പറിച്ച് ഞാൻ നല്ലതായിട്ട് അരച്ച് അതിൻ്റെ കൂടെ കറ്റാർവാഴയും അങ്ങനെയുള്ള നമ്മുടെ വീട്ടിലുള്ള ഇലകളൊക്കെ പറിച്ച് ഞാൻ തലയ്ക്ക് വേണ്ടി അരച്ച് അങ്ങനെ തേക്കുമായിരുന്നു കേട്ടോ. എന്നിട്ട് മുറ്റത്തൂടെ അങ്ങ് നടക്കുമായിരുന്നു ഫ്രീ ആകുമ്പോൾ. എന്നിട്ട് മുറ്റത്ത് തന്നെയുള്ള പൈപ്പിൽ ഓസിട്ട് കഴുകുമായിരുന്നു. കോഴി കൂവുന്നുണ്ടോ, മുട്ടയിട്ടോ അതോ വേറെ എന്തെങ്കിലും കണ്ട് പൂച്ച വരുമ്പോഴാണ്. അപ്പം അങ്ങനെ എന്നിട്ട് ഞാൻ എൻ്റെ ഫുൾ താരം പോയായിരുന്നു കേട്ടോ. ഞാൻ എന്നിട്ട് എനിക്ക് വേറെ ചീപ്പൊക്കെ ആക്കി ബാത്റൂമിൽ ഒരു ചീപ്പ് വെക്കും, അലമാരി ഒരു ചീപ്പ് വെക്കും, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ഈയിടെ കൺട്രോൾ ഇല്ലാതെ 3-4 ചീപ്പ് ഞാനെടുത്ത് കത്തിച്ച് കളഞ്ഞു. എനിക്ക് കുറേ ചീപ്പ് ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഇഷ്ടമല്ല. ഞാൻ കത്തിച്ച് കളഞ്ഞു. അതൊക്കെ ഇവന്മാരുടെ ചീപ്പായിരുന്നു. അപ്പം ഞാനോർത്ത് പഴകിയതാണല്ലോ എന്നോർത്ത് കത്തിച്ച് കളഞ്ഞു. അന്നേരം ഒത്തിരി പഴകത്തില്ല. ഇവിടെ എപ്പോഴും ചീപ്പും മേടിക്കാം കേട്ടോ. ഈ ചീപ്പ് ഒത്തിരി പഴകി കഴിഞ്ഞാൽ അതിനകത്ത് അഴുക്ക് എല്ലാം എത്ര കഴുകിയാലും പോകത്തില്ല. അപ്പം നമ്മൾ ഈ മൈലാഞ്ചിയൊക്കെ തേക്കുന്നതുകൊണ്ട് പിടിച്ചൊക്കെ ഇരിക്കും. അപ്പോൾ പിന്നെ ഞാനത് എല്ലാം കത്തിച്ച് കളഞ്ഞിട്ട് പുതിയ ചീപ്പ് പിന്നെ എടുത്തു വെച്ചു കേട്ടോ. അപ്പം പക്ഷേ ഒരു ചീപ്പേ വെച്ചോളൂ. ഇവർ വട്ടച്ചീപ്പാണ് ഉപയോഗിക്കുന്നത്. അത് കാരണം ഞാൻ എൻ്റെ ചീപ്പ് മാത്രമേ വെച്ചുള്ളൂ. അപ്പോൾ ഇവരെന്നും ഇതാ ഉപയോഗിക്കുന്നത്, ഞാൻ അറിയുന്നില്ലല്ലോ. എൻ്റെ കുഴപ്പം ഇവർ വട്ടച്ചീപ്പാണ്, ഇങ്ങനെ വട്ടത്തിലുള്ള ചീപ്പാണല്ലോ ഉപയോഗിക്കുന്നതെന്ന് ഓർത്താണ് ഞാൻ എനിക്ക് മാത്രം ഒരു ചീപ്പ് വെച്ച്. പിന്നെ ഇവർക്ക് ഇങ്ങനെ റോള് പിരിക്കുന്ന ബ്ലാക്ക് കളറിലെ മുള്ളിൻ്റെ ചീപ്പിൽ അത് ഞാൻ കളത്തിപ്പടിയിലെ ബാർബർ ഷോപ്പിൽ ചെന്നപ്പോഴത്തേക്കിന് അതിയാൻ്റെയിൽ കുറേ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു ഇത് എവിടുന്നാന്ന് ചോദിച്ചപ്പം ഞാൻ വരുത്തിക്കുന്ന ബൾക്കായിട്ട് പുള്ളി വരുത്തിക്കുന്ന എന്നാ ചോദിച്ചതെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ പുള്ളിയെ എനിക്ക് കുഞ്ഞിലേ മുതലേ ഇവന്മാരുടെ കുഞ്ഞിലേ മുതലേ അറിയാം. ഇവന്മാരുടെ മുടി കഞ്ഞിക്കുഴിയിൽ ആ പുള്ളിക്ക് കടയുണ്ടായിരുന്നപ്പോൾ തൊട്ട് വെട്ടുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഒരെണ്ണം വേണമായിരുന്നെന്ന് പറഞ്ഞു. അതിനെന്നെ ഞാൻ വരുത്തിച്ച് തരാമെന്ന് പറഞ്ഞു. പുള്ളി വരുത്തിച്ചതൊക്കെ തീർന്നല്ലേ എനിക്ക് ഒരെണ്ണം തരാമായിരുന്നെന്ന് പറഞ്ഞു. അപ്പം ഇനി വരുത്തിക്കുന്നുണ്ട്, സാധനം ഷോർട്ടേജാണ് എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് 150 രൂപയ്ക്ക് 150 200 പുള്ളി അത് വരുത്തിച്ച് തന്നു. ഇത് നാളുകളായിട്ടൊരു 5-6 വർഷമായി ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളത് നല്ല കഴുകി പിന്നെ ക്ലീനാക്കി ഉപയോഗിക്കും. അപ്പോൾ അവന്മാർ അതും വട്ടച്ചീപ്പുമായിരുന്നു ഉപയോഗിക്കുന്നത്. എൻ്റെ ഈ ഇങ്ങനത്തെ കോലൻ ചീപ്പ് എടുത്ത് ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാനത് അവിടെ വെച്ചിട്ട് ഇവർ ചീകി, ഞാൻ അറിയുന്നില്ല, എൻ്റെ തലയിൽ താരം പിടിച്ചു. എനിക്ക് താരനൊക്കെ പിടിച്ച് എനിക്ക് ഭ്രാന്ത് പിടിക്കുക. ഞാൻ പണ്ടെങ്ങനെയാണെന്ന് വെച്ചാൽ പേരെല്ലാം തീർന്ന സമയങ്ങളിൽ ഇവർ സ്കൂളിൽ പോകുന്ന കുഞ്ഞിലെ ഞാൻ പറഞ്ഞില്ലേ ഹൈസ്കൂളിൽ പഠിച്ചപ്പോൾ പേനൊക്കെ പോയി. അപ്പം ഇവർ സ്കൂളിൽ പോകുന്ന പിള്ളേരായപ്പോഴത്തേക്കിനും ഈ എൻ്റെ ഇവർ വളർന്ന് ഇവർ സ്കൂളിൽ പോകുന്ന പ്രൈമറി ആയിട്ട് എനിക്കൊരു പേനും പിടിച്ചിട്ടില്ല. നമ്മളെപ്പോഴും നല്ല ക്ലീനായിട്ടൊക്കെ ഉപയോഗിക്കുന്നല്ലേ തല. ചെറുപ്പത്തിലല്ലേ പിന്നെ ഷാമ്പുവും ഒന്നും ഇല്ലാത്ത അമ്മ ആഴ്ചയിലൊന്ന് ശനിയാഴ്ച ദിവസം പഠിത്തമില്ലാത്തപ്പോൾ താളി വെച്ചൊക്കെ കഴുകുന്നു. പക്ഷെ നമുക്ക് അപ്പം പിന്നെ അതൊന്നും അത്ര തൃപ്തിയാകത്തില്ല. നമുക്ക് ഇച്ചിരി ഷാമ്പുവിൻ്റെ ഒന്നും കാര്യം പോലും നമുക്കറിയത്തില്ല. നമുക്ക് ഇച്ചിരി സോപ്പൊക്കെ വെച്ചൊന്ന് പിന്നെ കഴുകുമ്പം പിന്നെ ഇത് മണം കിട്ടും, പിന്നെ ചെളി പോവും. എണ്ണ അമ്മ കണ്ടമാനം എണ്ണ തേക്കും. ഞാൻ പറഞ്ഞില്ല എണ്ണയ്ക്കും മഞ്ഞളിനും ഒരു പിശുക്കും കാണിക്കത്തില്ല. അപ്പം അത് കാരണം എണ്ണയൊന്ന് പോകാൻ വേണ്ടി സ്കൂളിൽ ചെല്ലുമ്പോൾ പിള്ളേർ നെറ്റിയെ കൂടെ ഒക്കെ ഇങ്ങനെ എണ്ണ ഒഴിച്ചിരിക്കുമ്പോൾ പിള്ളേർ ദേഷ്യപ്പെടും. അവർക്ക് അറപ്പ കാണുമ്പോൾ കൂടെ ഇരിക്കുന്നവർക്ക് ഈ എണ്ണ ഒഴിച്ചിരിക്കുന്നത് നിങ്ങളുടെ അമ്മ എന്തിന് ഇത്ര എണ്ണ വെക്കുന്നതെന്നൊക്കെ ചോദിക്കും. നമുക്ക് വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ അമ്മ നമ്മളെ തല്ലിക്കൊല്ലും, നമ്മൾ പറയത്തില്ല. അന്നേരം നമ്മൾ തന്നെ എടുക്കും. അമ്മ കുളിക്കുന്ന സോപ്പും അലക്കുന്ന 501 ബാർ സോപ്പും ഒക്കെ അന്നൊക്കെ ദാരിദ്ര്യമല്ല, അമ്മ എടുത്ത് പാത്ത് വെക്കുക. നമ്മളെ കുളിപ്പിച്ചിട്ട് അമ്മ എടുത്ത് അങ്ങ് പാത്ത് വെക്കും. നമ്മളതൊന്നും തൊടത്തില്ല. ഇപ്പോഴത്തെ പിള്ളേർ കാണിക്കുന്ന പോലെ പോയി കട്ടെടുക്കുക ഒന്നും ചെയ്തില്ല. ആ ഭാഗത്തോട്ട് ഒന്ന് തല്ലി പൊളിക്കും. എൻ്റെ പൊന്നോ, പണ്ടൊക്കെ എന്ത് ഭയങ്കര ശിക്ഷണമല്ലേ. പക്ഷെ ആരും ആത്മഹത്യ ചെയ്യാൻ നോക്കുമോ അല്ലെങ്കിൽ ഇറങ്ങിപ്പോ ഇങ്ങനെയൊന്നുമില്ല. ഇപ്പോഴത്തെ പിള്ളേരെ ഒന്നും വല്ലതും പറഞ്ഞാൽ അന്നേരം എന്തെല്ലാം കാണിക്കുന്നല്ലേ. എന്നിട്ട് നമുക്ക് നമ്മുടെ കുടുംബം വിട്ടു പോകത്തില്ലല്ലോ. നല്ല കൂട്ടുകുടുംബം, നല്ല രസമുള്ള വലിയപ്പനും വലിയമ്മയും ആൻറ്റിമാരും അങ്കിൾമാരും എല്ലാം ഉള്ളപ്പോൾ ഞങ്ങൾ പോകത്തില്ല. ഞങ്ങൾ കൂട്ടുകാരും ഞങ്ങളിങ്ങനെ കളിക്കാൻ പോക്കുകയൊക്കെ അല്ലേ. ഇഷ്ടംപോലെ വീട് തോറും തോട്, ഒരു അലക്കുകാരൊക്കെ അവിടെ തോടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ പശുവും വളർത്തുമൊക്കെ ഉള്ളതുകൊണ്ട് പാല് കൊടുക്കാൻ പോക്കെ, പുല്ല് പറിക്കാൻ
നമ്മൾ എൻജോയ് ചെയ്ത് ജീവിക്കുമ്പോൾ ആരെങ്കിലും പോവുമോ? എന്നിട്ട് കേൾക്ക് പിന്നെ അപ്പം ഞങ്ങളന്നേരം ഈ കുളിക്കുന്ന സോപ്പും അലക്കുന്ന സോപ്പും എടുത്ത് വെക്കത്തില്ലേ. നമുക്ക് അമ്മ കുളിപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു പ്രായം വരെ അമ്മ കുളിപ്പിക്കുന്നതുകൊണ്ട് തലയിലോട്ട് ഇതൊന്നും എടുത്ത് തേക്കാനും സോപ്പൊന്നും തേക്കാനും കൈ നമുക്ക് കിട്ടത്തുമില്ല. ഞാൻ അന്നേരം അമ്മ കല്ലേൽ ഇങ്ങനെ അലക്കുകല്ലെ പതിപ്പിച്ച് വെക്കുന്ന പിന്നെ സോപ്പുണ്ടല്ലോ, അലക്കിയ പിന്നെ 501 ഏറ്റവും അറ്റമാകുമ്പോൾ തുണിയെ പതിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ, കയ്യിൽ നിന്ന് വിട്ടുപോകത്തില്ലേ. അപ്പം കല്ലേ പതിപ്പിച്ച് വെക്കുക, എന്നിട്ട് അതേലിങ്ങനെ ഉരച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ എന്നെ അതേ കൈയിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതേ കൈയിട്ട് ഇങ്ങനെ എടുത്ത് പതിപ്പിച്ചിട്ട് അപ്പോൾ അതേ എടുത്ത് തലയിൽ തേച്ച് അങ്ങനെ. എൻ്റെ പൊന്നോ, ഒരു പ്രാവശ്യം അറിഞ്ഞു, കാരണം സോപ്പിനും തേയ്മാനം വന്നു, എൻ്റെ തലയിലും മുരുമുരാന്ന് എണ്ണയില്ലാതെ. എൻ്റെ പൊന്നോ, അടിയെന്ന് പറഞ്ഞ ചൂരൽ എത്ര എണ്ണം മേടിച്ച്, അതിനും പിശുക്കില്ല കേട്ടോ ചൂരൽ മേടിക്കുന്നതിന്. ചന്തയിൽ നിന്ന് മേടിക്കും, ചൂരൽ മേടിച്ച് ചേര വെച്ച് എണ്ണ തേച്ച് ഉണക്കുന്നു. അടിയെന്ന് പറഞ്ഞാൽ മുട്ടിന് കീഴോട്ട്. അങ്ങനെയൊന്നും വലിയ അടിയൊന്നും കിട്ടിയിട്ടില്ല, പക്ഷെ ഇങ്ങനെയൊക്കെ 1-2 കാര്യങ്ങൾ ചെയ്തപ്പോൾ കിട്ടി. ആ സ്കൂളിൽ പിള്ളേർ വഴക്ക് പറയുന്നതുകൊണ്ടാണ് എണ്ണയൊന്ന് കളയണമെന്ന് ഓർത്തത്. അങ്ങനെ എൻ്റെ പോന്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പിന്നെ മുരിങ്ങയില ഏറ്റവും ബെസ്റ്റാണ് മുടി തിക്നെസ് വരാൻ. മുടിക്ക് നല്ല ഉള്ളു വരും കേട്ടോ. ഇന്നലെ തന്നെ അതെല്ലാം കൂടെ തേച്ചപ്പോൾ മുടിക്കൊരു നല്ലൊരു ഇതുണ്ട്. അപ്പം മുരിങ്ങയില മുടിക്ക് തിക്നെസ് വരാൻ നല്ല. പിന്നെ പേരയിലയും അരിവേപ്പും തുളസിയും പേനുണ്ടെങ്കിലും താരനുണ്ടെങ്കിലും നല്ല. പിന്നെ നമ്മൾ പനിക്കുടുക്കല ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജലദോഷമൊക്കെ ഇല്ലാതിരിക്കും. പിന്നെ ഹസ്ബൻഡ് ഇന്നലെ വഴക്ക് പറഞ്ഞു, വീഡിയോയ്ക്കകത്ത് കേട്ടായിരുന്നു രാവിലെ എനിക്ക് ഒരു ജലദോഷക്കോളുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ട് പിന്നെയല്ലേ തലയിൽ ഇതൊക്കെ തേച്ചുകൊണ്ടിരിക്കുന്നത് വീഡിയോയിൽ കാണുന്നത്. അപ്പം വൈകിട്ട് വിളിച്ചപ്പോൾ വഴക്ക് പറഞ്ഞു. പിന്നെ വേറെ എന്താ, കറ്റാർവാഴ മുടി വളരാൻ നല്ലതല്ലേ. ഇതെല്ലാം കൂടെ അല്ലേ ഇന്നലെ അരച്ച് തേച്ച്. മുട്ടയുടെ വെള്ളം തേക്കുന്ന കാര്യം ഇതിനകത്ത് പറഞ്ഞായിരുന്നു ഞാൻ. മുട്ടയുടെ വെള്ളയും കൂടെ അതിനകത്ത് ആഡ് ചെയ്യുന്ന കാര്യം, മുട്ടയുടെ വെള്ളയുടെ കാര്യം മറന്നുപോയി, ആഡ് ചെയ്തില്ല. അപ്പോൾ ഞാൻ ഇന്ന് വേണ്ട, ഇന്നലെ തേച്ചല്ലേ ഇതെല്ലാം കൊണ്ട് ഇന്ന് വേണ്ട, നാളെ തേക്കാം. നാളെ നമുക്ക് മുട്ടയുടെ വെള്ളയും നാരങ്ങയില്ല, ഞാനിപ്പോൾ എഴുതിയിട്ടിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റിൽ അവരിവിടെ ഹോം ഡെലിവറി ഇവിടെ കൊണ്ടുത്തരും. നാരങ്ങായ 1-2 സാധനം തീർന്നു വിളിച്ചു പറയുമ്പോഴത്തേക്കിനും അവർ കൊണ്ടുത്തരുവേ. രാവിലെ മീനും ചിക്കനും എല്ലാം തീർന്നല്ലോ, അപ്പോൾ 2 മത്തിയും കൂടെ വറുക്കാനിരിപ്പുണ്ട്. അപ്പോൾ ഇന്നത് തീരുമല്ലോ ആരൻ വരുമ്പോൾ. അപ്പോൾ വൈകിട്ടത്തേക്ക് പിന്നെ ഒന്നുമില്ല, കാരണം മത്തിക്ക് വില ചോദിച്ചപ്പോൾ 290 ആയിട്ടുണ്ട്. ചെറിയ മത്തി ആയിരിക്കും, അതുകൊണ്ടാണ് 290. അപ്പം ഞാൻ പറഞ്ഞ 1/2 കിലോ തരാൻ പറഞ്ഞിട്ടുണ്ട്. ചെറുതാണ്, എനിക്ക് വലിയ ദേഷ്യമാണ്. പലിനിയും കാണത്തില്ല, പലിനീന് വേണ്ടിയാണ് ഞാൻ മത്തി മേടിക്കുന്നത്. അപ്പം ഞാൻ ഓർത്തു മീഡിയം ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് വറുക്കാൻ അരച്ച് പുരട്ടിയിട്ട് ഒരു 3-4 എണ്ണ എടുത്ത് എനിക്ക് മുളക് അരയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഒരു ചിക്കനും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങളെന്നെ ചീത്ത പറയുന്നത് പോർക്ക്. കുറച്ച് ദിവസമായി ആശറും ആരണം പറയുന്ന പോർക്ക് ഒലത്തി കൊടുക്കണം. എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ചീത്ത പറയുമെന്ന് അറിയാമെങ്കിലും ഞങ്ങൾക്കിഷ്ടം. ഞങ്ങൾ വർഷത്തിലൊരിക്കലോ വല്ലതും കഴിക്കാറുണ്ട്. ഇതുപോലെ പിള്ളേർ കൊതി പറയുമ്പോഴോ അല്ലെ ഹസ്ബൻഡ് അവധിക്ക് വരുന്ന സമയത്തും ഒക്കെ. ഹസ്ബൻഡൊക്കെ ഭയങ്കര അതിന് ഒരിടയ്ക്ക് എതിരായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഈ കൊതിപറച്ചിൽ കണ്ടപ്പം പുള്ളി അങ്ങ് അയഞ്ഞു. എന്നിട്ട് ഇപ്പം ഞങ്ങളോട് കുഴപ്പമില്ല, വല്ലപ്പോഴും വർഷത്തിലൊന്നെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇഷ്ടം. ഞങ്ങൾ പാലാക്കാരല്ലേ, അമ്മ വീട്. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ അവിടെ ആയതുകൊണ്ട് എനിക്കത്. പിന്നെ ഞാനിങ്ങനെ ലോ മുഴുക്കി ഇങ്ങനെ എതിർക്കുന്ന കാരണം മാത്രമായിട്ടിങ്ങനെ പിന്മാറി നിൽക്കുക. എന്നാലും ഒരു വർഷത്തിലൊന്നൊക്കെ എനിക്ക് കൊതി കയറത്തുമില്ല, ഞാൻ ഇനീഷ്യേറ്റ് ചെയ്യത്തുമില്ല, ഹസ്ബൻഡും ഇനീഷ്യേറ്റ് ചെയ്യത്തില്ല. കുറേ കാലമായിട്ട് ഞങ്ങളതങ്ങ് വേണ്ടെന്ന് വെച്ച. പക്ഷെ പിള്ളേർക്ക് 2 പേർക്കും ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ നമ്മൾ അവന്മാർ കോട്ടയം കുഞ്ഞച്ചന്മാരല്ലേ, ചങ്കന്മാർ കോട്ടയം. പ്രത്യേകിച്ച് അവൻ്റെ അമ്മയുടെ അമ്മയൊക്കെ പാലാക്കാരാകുമ്പോഴത്തേക്കിനും. മൂത്തവൻ ആഷർ പാലായുടെ ഭയങ്കര പ്രേമിയാണ്. അവൻ കോളേജിൽ പഠിച്ചത് ഈരാറ്റുപേട്ടയിൽ അരുവിത്തറ സെൻറ്റ് ജോർജിലാണ്. അവന് പാല ഭയങ്കര എന്നെപ്പോലെ ക്രൈസാണ് അവനതുകൊണ്ട്. പോർക്കും ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ ഒരു കിലോ പോർക്ക് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇന്ന് ഒലത്തുമെന്ന് അറിയത്തില്ല. മോനിരിക്കുന്ന ദിവസം ആഷർ ഇരിക്കുന്ന ദിവസം കപ്പയും കൂടെ. ഇന്ന് കപ്പ ഉണ്ടോ എന്ന് ചോദിച്ചപ്പം അവിടെ മീൻകട കപ്പയില്ല. കപ്പയുള്ളതാണ് അവിടെ. കടത്തിപ്പടി
അന്നേരം പിന്നെ ഞാൻ പറഞ്ഞെന്നാൽ പിന്നെ അപ്പം കപ്പയില്ലാത്തതുകൊണ്ട് ഞാൻ ഓർത്തന്ന് ഞായറാഴ്ച ആകുമ്പോൾ ആശ്വരം വീട്ടിൽ ഇരിക്കുന്ന ദിവസമില്ല, ഉച്ച കഴിഞ്ഞ് വേവിക്കുവാണെങ്കിൽ ആശ്വരനും ഞങ്ങൾക്കും കൂടെ കപ്പയും പോർക്കും കൂടെ കഴിക്കാമല്ലോ. അങ്ങനെ വിചാരിച്ചിരിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. പിന്നെ ചിക്കൻ ഇരിക്കട്ടെ, അത് പിന്നെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയേക്കാൻ പറഞ്ഞു. അതാകുമ്പോൾ വല്ലപ്പോഴും പിന്നെ മത്തിയും ചിക്കനും മാറി മാറി വറുത്ത് അരണ്ണം കൊടുക്കാം. അതിന് നല്ല ഭക്ഷണം കൊടുക്കണം. അതിന് ഭയങ്കര കഷ്ടപ്പാട്. രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോയിട്ട് ഫുട്ബോൾ പ്രാക്ടീസും കൂടെ കഴിഞ്ഞ് വരുമ്പോൾ 5 മണിയാവും. എന്നിട്ട് പിന്നെ ഒട്ടനെ അതിന് എന്തെല്ലാം കാര്യം. ഇന്നലെ 1 മണി 1:15 വരെ ഇരുന്ന് പഠിച്ച് എഴുതിയിട്ട് അതിന് കിടക്കാൻ പറ്റിയ. രാവിലെ ആണെങ്കിൽ എഴുന്നേറ്റിട്ടും പോയി ദിവാനയിൽ ഇങ്ങനെ കിടക്കുന്ന കണ്ടു. ഞാൻ ഒച്ചത്തി പ്രാർത്ഥിച്ചു രാവിലെ, ദൈവമേ ആരണ്ണം ആരോഗ്യം കൊടുക്കണേ, ഞാൻ എന്നിട്ട് ദേഷ്യപ്പെട്ടു. കുഞ്ഞു നീ എല്ലാ ദിവസവും ഞാൻ ബുൾസായി ചെയ്തു തരും. മുട്ട നല്ല ഒന്നാന്തരം നാടൻ കോഴിയുടെ മുട്ട നമ്മൾ വളർത്തുന്നതാ, തീറ്റ കൊടുത്ത് കഷ്ടപ്പെട്ട് ഞാൻ വളർത്തുന്നതാ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ മേലായില്ല. യേശുനാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. ജയക്കൊച്ചും വഴക്ക് പറയും, യേശുവിനും ഇഷ്ടമല്ല അങ്ങനെ പറയുന്നു. അല്ല പിന്നെ ജയക്കൊച്ചു പറയുന്ന പോലെ കുഞ്ഞു ഇതുണ്ടോ, ഒത്തിരി പണികളൊക്കെ ചെയ്യുമ്പോൾ നടുവ് കുഞ്ഞ് ഒരു വേദനയൊക്കെ വരത്തില്ല, കാലിനും കൈക്കുമൊക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ ഈ തല ഇങ്ങനെ പിരിപിരാന്ന് വെക്കുമ്പോൾ തല ഇറങ്ങുന്ന പോലെ അത് കഴിക്കാൻ നടന്നാലേ ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ കേട്ടോ. ദൈവം സഹായിച്ച് ആരോഗ്യവും ബലവും ശക്തിയെല്ലാം ദൈവം എല്ലാ ദിവസവും തരുന്നു. എന്നിട്ട് കേൾക്ക് പിന്നെ എന്തായിരുന്നു പറഞ്ഞേ? ആരൻ്റെ കാര്യം ഏശിപ്പിച്ചാൽ നന്ദി. അപ്പോൾ ആരൻ ഭയങ്കര കഴിക്കാൻ മടിയാണ്. ബിരിയാണിയൊക്കെ ഇഷ്ടമാണ്, ചിക്കൻ പിന്നെ KFC ഇഷ്ടമാണ്, ബാർബിക്യൂ ഇഷ്ടമാണ്. അയ്യോ അതൊക്കെ എപ്പോഴും പറ്റുമോ? അത് കാരണം ഞാൻ ഓർക്ക് ചിക്കനല്ലേ ഇഷ്ടം. പരച്ചു വരട്ടി വെക്കുകയാണെങ്കിൽ ചിക്കൻ അങ്ങോട്ട് വറുത്ത് കൊടുത്താൽ ഒരു ചാറ് കറിയും കൂടെ ഉണ്ട്, ചോറ് കഴിച്ചോളും. വൈകുന്നേരം വരുമ്പോഴൊക്കെ ചോറ് കഴിച്ചോളും. ഇഷ്ടമാണ് ഒരു ചാറ്. ഇന്നലെ പരിപ്പും മുരിങ്ങയിലയും വെച്ചിട്ട് എൻ്റെ അമ്മ പുള്ളിക്ക് എന്നെ ഇഷ്ടമായിരുന്നു. ബിരിയാണി വേണോ ചോറ് വേണോ? മുരിങ്ങയില ഉള്ളതുകൊണ്ടും മത്തി വറുത്തത് കണ്ടിട്ടും ചോറ് മതിയെന്നാണ് തോന്നുന്നത്. പക്ഷേ ബിരിയാണി കഴിച്ചിട്ട് ചോറ് കഴിക്കുക, എന്നിട്ട് ബിരിയാണിയും കഴിച്ച് ചോറും കഴിച്ച്, ബിരിയാണി ഇച്ചിരി ഉള്ളായിരുന്നു, അത് ചോറും കഴിച്ചു. എന്നിട്ട് പിന്നെ ഇന്നലെ ഞാനും ആരൻ്റെ കൂടെ ഇരുന്ന് ഇച്ചിരി ബിരിയാണി ചൂടാക്കിയപ്പോൾ ശകലം തീരാൻ പോവല്ലേ എന്നോർത്ത്. നല്ല ടേസ്റ്റായിരുന്നു. അതുകൊണ്ടല്ല ഞാൻ തൊടത്തില്ല, പക്ഷെ ഞാൻ വെക്കുന്നത് എനിക്കിഷ്ടം, അതുകൊണ്ടാണ് ഞാൻ കഴിച്ചത്. എന്നിട്ട് ഞാനും ചുമ്മാ കൂടെ ഇരുന്ന് കഴിച്ചു. എന്നിട്ട് പിന്നെ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞായിരുന്നല്ലോ, തലയിൽ തേച്ചത് കാരണം. അല്ലെങ്കിൽ ഒരു 5 മണിയൊക്കെ ആവും കുളിക്കും. എന്നിട്ട് പിന്നെ ഞാനും ആരണോ ആ 5:15 ആരൻ വന്നപ്പോൾ 5 മണിയായി. 5:15 5:30 ആയപ്പോൾ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഇന്നലെ ഒന്നും കഴിച്ചില്ല. ഞാൻ രാത്രി 1 മണി ആയല്ലോ ആരൻ പിന്നെ പഠിച്ചിട്ട് കിടന്നപ്പോൾ. കിടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ പിന്നെ ടോയ്ലറ്റിൽ പോയിട്ട് വന്ന വഴി ഞാൻ അടുക്കളയിലോട്ട് ചെന്ന എന്നേലും വായിലിടുവേ. ഞാൻ പിന്നെ 2 പഴം, അമ്മ ഇഷ്ടം പോലെ പഴം കൊടുത്തു. വലിയ വാഴക്കൊല അവിടെ ഉണ്ടായത്, അത് അമ്മ ഒരുപാട് ഞായറാഴ്ച കൊടുത്തു വിട്ട്. പഴുക്കുന്ന ഞാനാണ് കഴിക്കുന്നത്. ഞാൻ ഇപ്പോൾ 2 പഴം എടുത്തു, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചിട്ട് ഞാൻ പോയി കിടന്നു. അങ്ങനെ ഇന്നലെ പിന്നെ ഒന്നും കഴിച്ചില്ല വൈകിട്ട്. അതാ നല്ലത്. അന്നേരം നമ്മൾ നല്ല സ്ലിം ആയിക്കോളൂ, രോഗമൊന്നും വരാതെ. കണ്ടമാനം എപ്പോഴും ഇങ്ങനെ കയറി ഇറങ്ങി കഴിച്ചാലില്ലേ പ്രശ്നങ്ങൾ വരും. എനിക്ക് അങ്ങനെ ഇഷ്ടമുള്ളതാണെങ്കിൽ കഴിക്കും, ഇല്ലെങ്കിൽ ഇല്ല, ഇങ്ങനെ നടക്കും. അതാണ് പ്രശ്നം. വയറ് കാലിയായാലും പ്രശ്നമല്ലേ, അതൊക്കെ എൻ്റെ കുഴപ്പം. അതൊക്കെ പോട്ടെ. ചെടി നിങ്ങൾ എന്നെ തല്ലും, ഉള്ള കാര്യമില്ല ഞാൻ പറയുന്നത്. ഇന്നലെ അജിത കൊച്ച് ചിരിച്ചിടപാട് തീർന്നു. അജിത കൊച്ചിൻ്റെ ഹസ്ബൻഡും അജിത കൊച്ചോടെ ഇരുന്ന് എൻ്റെ വീഡിയോ കണ്ട് എൻ്റെ പറച്ചിൽ കേട്ട് ഭയങ്കര ചിരിച്ചെന്ന്. ജയക്കൊച്ച് ഫുൾ കണ്ടില്ല, കള്ളി ജയക്കൊച്ചെ. കാരണം എന്താ വെച്ചാൽ ഞാൻ ജയക്കൊച്ചിൻ്റെ കാര്യം പറഞ്ഞത് ജയക്കൊച്ച് കേട്ടിട്ടേ ഇല്ല. അന്ന് അജിത കൊച്ചെ പറഞ്ഞു കൊടുക്കരുതേ, ഇന്ന് ഇത് കാണുമോ എന്നറിയാം. എത്ര പ്രാവശ്യം ഇപ്പോൾ തുടക്കവും പറഞ്ഞു ഇപ്പോഴും പറഞ്ഞു ജയക്കൊച്ചിൻ്റെ കാര്യം. ജയക്കൊച്ച് ഫുള്ള് കേൾക്കുന്നുണ്ടോ എന്നറിയാവേ. എന്നാന്നറിയാം, ഞാൻ ജയക്കൊച്ചിൻ്റെ കാര്യം പറഞ്ഞില്ല, അതൊന്നും ജയക്കൊച്ച് അറിഞ്ഞില്ല, അല്ലെങ്കിൽ പ്രതികരിക്കുമല്ലായിരുന്നോ. ചിലപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം കോള് വരുമോ, അല്ല ആരെങ്കിലും വിളിക്കുമോ, ആ പുറകെ പോകുമ്പോൾ മറന്നു പോകുന്നതാണേ. അല്ല പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കും അങ്ങനെ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ എപ്പോഴേലും വന്ന് അത്, പക്ഷേ എപ്പോഴേലും വന്ന് കാണാൻ പറയുമ്പോൾ ആ കണ്ടന്റ് ഏതായിരുന്നു, ഏത് വീഡിയോ നമ്മൾ ഓർത്തിരിക്കണം. പിന്നെ ഈ വീഡിയോയുടെ അവിടെ ഇല്ല ചുമലവര
ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് നമ്മൾ കണ്ടടം വെച്ച് നിൽക്കുകയല്ലേ, അങ്ങനെ നിൽക്കും വരെ അങ്ങനെ നിൽക്കുമ്പോൾ എനിക്കറിയാം ഞാൻ ഫുള്ള് കണ്ടില്ലായിരുന്നല്ലോ എന്ന്. ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ചിലപ്പോൾ പോകുമ്പോൾ ലൈക്ക് ഉണ്ടോ എന്നെല്ലാം നോക്കും. ലൈക്ക് ഉണ്ടെങ്കിൽ ഞാൻ കണ്ടതെന്നറിയാം, പക്ഷെ ആ വീഡിയോയുടെ ആ ചുമലവരെ എവിടെ വന്നാണ് നിൽക്കുന്നതെന്ന് ഞാൻ നോക്കും. ഫുള്ളാണെങ്കിൽ ഫുള്ള് കണ്ടു, പകുതി വെച്ച് വല്ലോ ആ റെഡ് ലൈൻ ഇങ്ങനെ വന്ന് നിൽക്കുക നമുക്കറിയാം. നമ്മൾ അവിടെ വെച്ച് നമ്മൾ വേറെ ഏതോ പരിപാടിക്ക് പോയി, പിന്നെ അത് കണ്ടില്ല എന്ന് നമുക്കറിയാം, പിന്നെ ഞാനത് കണ്ടു തീർക്കും. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും സിൻസിയർ ആയിരിക്കണ്ടേ. പിന്നെ എന്നിട്ട് ജയക്കൊച്ച് അതൊന്നും അറിഞ്ഞില്ല കേട്ടോ. ഇന്നലെ എന്നോട് പറഞ്ഞത് ഞാൻ താരൻ്റെ കാണിച്ചായിരുന്നല്ലോ മുത്തേ, എന്നിട്ട് പിന്നെ അത് ചെയ്ത് നോക്കിയേ, വീഡിയോ കണ്ട് നോക്കിയേ. വീഡിയോ കണ്ടില്ലെന്നാണ് ഓർത്തത്. ഞാൻ വീഡിയോ ഒക്കെ കണ്ട ആ കാര്യം പക്ഷെ അങ്ങ് വിട്ടുപോയി. ജയക്കൊച്ച് കാണിച്ചല്ലോ. പക്ഷെ എപ്പോഴും ഓർമ്മ വരുന്ന പണ്ട് തൊട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഈ പേരയുടെ ഇതങ്ങ് ചെയ്യുന്നത്. വീഡിയോ നിന്നുപോയി, സമയം കൂടിപ്പോയെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഇതുണ്ട്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇന്ന് ഞാൻ പാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്തി 2 ഉണ്ട്, തീയലുണ്ട്, പിന്നെ തോരനില്ല. തോരനില്ലെങ്കിൽ വേണ്ട, തോരൻ വേണ്ട. മത്തി കൊണ്ടുവരുമ്പോൾ 3-4 എടുത്ത് ഇരുമ്പപ്പുളി ഇട്ട് എനിക്ക് പീര വെക്കും, മതിയല്ലോ. 6 ഇഷ്ടം. ഇന്ന് അതൊക്കെ മതിയല്ലേ. തീയലും മീൻപീരയും നല്ല ഇതല്ലേ. പിന്നെ മീൻപീര വെക്കാൻ എല്ലാവർക്കും അറിയാം, ഞാൻ കാണിക്കുന്നുമില്ല, വീഡിയോ ലെങ്തായിപ്പോൾ. അത് വല്ല ഷോർട്സോ വല്ലതും ഒക്കെ നോക്കട്ടെ കേട്ടോ. അപ്പം വേർത്തൊഴുകുന്നു. അപ്പം നമുക്ക് ഇപ്പം വൈൻഡപ്പ് ചെയ്തേക്കാം. അപ്പം ഇന്ന് എൻ്റെ പരിപാടി ആ പെങ്കൊച്ച് വരുമോയെന്ന് ആർക്കറിയാം. പെങ്കൊച്ച് വന്നെങ്കിൽ, ഞാൻ ഇന്നലെ 2 മുറി തൂത്തു. പെങ്കൊച്ച് വന്നില്ലെങ്കിൽ ഇന്ന് അടുക്കളയും തിണ്ണേ ഒന്ന് വർക്കേരിയ എപ്പോഴും നീറ്റാണ്, കഴുകി വൃത്തിയാക്കി കഴുകി അങ്ങ് വിടാം. അതിലേക്കൂടെ അങ്ങ് ഒഴുകിപ്പോകാൻ ഇതുള്ളതുകൊണ്ട് പൊക്കോളും. അടുക്കളയൊക്കെ കഴിയാൻ വെള്ളം ഒഴുകിപ്പോകാൻ ഇതില്ല, അതുകൊണ്ട് കഴിയാൻ മെനക്കേടും. ഇതെല്ലാം അടിച്ച് തൂത്ത് ഇങ്ങനെ വെള്ളം അടിച്ചു വിട്ടുകൊണ്ടിരിക്കണ്ടേ, തുടയ്ക്കുന്നതാണ് നല്ലത്. അപ്പം ഞാൻ ഇന്ന് അടുക്കളയും തിണ്ണയും നടുവ് അടുക്കളയും തിണ്ണയും പിന്നെ തൂക്കും. എന്നിട്ട് പിന്നെ അടുത്ത ദിവസം സഹായിച്ച ആഷറിൻ്റെ മുറിയും ഞാനും ആരണം കിടക്കുന്ന മുറി അത്രയേ ഉള്ളല്ലോ. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം തൊട്ട് ദൈവം സഹായിച്ച ഈ 2 മുറി വീതം തുടയ്ക്കണം. ഈ പെങ്കൊച്ച് വന്നില്ലേ, അന്നെങ്കിൽ ഇതുവരെ വിളിച്ചില്ല. അവൾ വേറെ 3 ഫ്ലാറ്റ് ഈ 2 മണിക്കൂർ വീതം 3 അപ്പാർട്ട്മെൻറ്റ്, ഒരു ഫ്ലാറ്റ് തന്നെ, ഒരു ഇത് തന്നെ 3 അപ്പാർട്ട്മെൻറ്റിൽ ഈ 2 മണിക്കൂർ വീതം ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ രാവിലെ 8-ന് പോയാൽ 10, 12, 2 മണിക്കല്ലേ തീരുള്ളൂ. അപ്പോൾ അവിടുന്ന് ഇവിടെ നടന്നു വരുമ്പം 2:30 ആവുമായിരിക്കും. അപ്പം 2:30-ക്ക് വന്നെങ്കിൽ വന്നു, ഇല്ലെങ്കിൽ ഞാനിങ്ങനെ ഓരോ ദിവസം ഈ 2 മുറി വീതം ചെയ്യും. അങ്ങനെ അപ്പം ആദ്യം തൂത്ത് തീർക്കാം. അത് കഴിഞ്ഞ് ഞാൻ തൂക്കുമ്പോൾ ചുക്കിൽ തൂക്കും, ഡോറും എല്ലാം നല്ല നീറ്റായിട്ട് ചെയ്യുള്ളൂ. അതായത് ഓരോ മുറി ഈ 2 മുറി വീതം ചെയ്യുന്നു. ഇന്നലെ ചെയ്തിട്ട് പൊടി അടിച്ചിട്ട് എനിക്ക് നല്ല ഇങ്ങനെ തുമ്മുന്നില്ല, പക്ഷെ ഒരു മുടി അല്ല മൂക്കിലൊക്കെ പൊടി കയറിയിട്ടൊരു വിമിഷ്ടമായിരുന്നു. അങ്ങനെ അവിടെ കൈയൊക്കെ ഇനി ഒന്ന് ശരിയാക്കണ്ടേ. കയ്യിലൊക്കെ എന്നേലും ശ്രദ്ധിക്കണം, കൈയും കാലും മുഖവും എപ്പോഴും ശ്രദ്ധിക്കണം. മുടി അല്ലേ വൃത്തിക്കരിക്കണ്ടേ, മടിച്ചുകളായിട്ടിരുന്നിട്ട് പിന്നെ അല്ലേ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇന്ന് രാവിലെ എല്ലാം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞാൻ കേട്ടോ ബ്രെഡും ഏത്തപ്പഴവും മുട്ടയാണ് കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് വേറൊന്നും ഉണ്ടാക്കിയില്ല. 2 ഏത്തപ്പഴം പുഴുങ്ങാനിരിപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ആകെ 2 മേടിച്ചതാണ്. ഇന്നെങ്കിലും അത് പുഴുങ്ങിയില്ല, തീരത്തില്ല. ഞാനും ആശ്വറും കഴിച്ചു. ആരൻ അറിയാമല്ലോ സ്കൂളിൽ നിന്നല്ലേ രാവിലെ ഉച്ചയ്ക്കും. എന്നിട്ട് മുട്ടയും പുഴുങ്ങി, ഞാനും അഷറും മുട്ടയും പുഴുങ്ങിയതും ഏത്തപ്പഴം പുഴുങ്ങിയതും ബ്രെഡൂടെ അങ്ങ് പുഴുങ്ങി 4 പുഴുങ്ങി 2 വീതം ഞങ്ങളങ്ങനെ ബ്രെഡും കഴിച്ചു. പിന്നെ കട്ടൻ കാപ്പിയും കുടിച്ചു. എല്ലാം കഴിഞ്ഞു. അഷറും പോയി, ആരണും പോയി. അപ്പോഴേ ഞാൻ വീഡിയോ മുടി ഒന്ന് ചീകിയിട്ടിട്ട് ശക്കലം പൗഡർ പേരിന്, അതിപ്പോൾ വേർത്തു പോയി വീഡിയോയിൽ വരാൻ വേണ്ടി ശക്കലം പൗഡർ പേരിനിട്ടിട്ട് വേണ്ട മുടി ഇങ്ങനെ മിട്ടിക്കായിട്ട് വന്ന് വീഡിയോ ചെയ്യുക. ഇത്രയും നേരം നിന്നപ്പോൾ നടുവ് ഇനി ഞാനൊരു 5-10 മിനിറ്റ് ഒന്ന് എക്സസൈസ് കൂടെ ചെയ്തിട്ട്, ഇപ്പോൾ എക്സസൈസ് ആവുമല്ലോ തൂക്കുമ്പോൾ. അങ്ങനെ 2 മുറി കിച്ചണും ആ പെങ്കൊച്ചിനെ ഒന്ന് വിളിച്ചിട്ട് വെറുതെ നമ്മുടെ ആരോഗ്യം കളയണ്ട. വരുമെങ്കിൽ ഞാൻ ചെയ്യുന്നില്ല, വന്നില്ലെങ്കിൽ കിച്ചണും ഇതും
കൂടെ ചെയ്യുമ്പം മീൻ വന്നെന്ന് തോന്നുന്നു. ഞാനിതിലെ കണ്ടില്ലല്ലോ വണ്ടി പോകുന്നു. അടുക്കള വശത്ത് വന്നിട്ട് അയോടെ ബോക്സ് തുറക്കുന്ന ഒരൊച്ച. അമലാണോ? വന്നില്ല. അപ്പം ഒച്ച കേൾക്കുന്നത്. വാഷിംഗ് മെഷീനകത്ത് ആഷറിൻ്റെ ഡ്രസ്സിട്ടപ്പോൾ വേണേൽ അതേ ബെൽറ്റ് കാണും. അയ്യോ ഒന്നതിനെ കൊല്ലും ഹസ്ബൻഡൊക്കെ അറിഞ്ഞ. ഇപ്പോൾ അറിയും, ഈ വീഡിയോയിൽ പറയുമ്പോഴേ അറിയാം. അടിച്ചു പെറുക്കി കാണും വീഡിയോ. എന്നിട്ടേക്ക് അപ്പോഴേ വിളിക്കും. ഞാൻ അന്നേരം എടുക്കത്തില്ല. എന്നേലും കുഴപ്പമൊപ്പിച്ചെങ്കിൽ ഞാൻ എടുക്കത്തില്ല. ഒന്ന് തണുക്കട്ടെ എന്ന് വിചാരിക്കും. തണുത്തെല്ലാം കഴിയുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. പിന്നെ ഞാൻ പെട്ടെന്ന് ഡെസ്പ് ആകുന്നതുകൊണ്ടൊന്നും പറയത്തില്ല. എന്നാലും പറയും, വഴക്ക് പറയത്തില്ല. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പം അങ്ങനെ തൂര് 2 മുറി തൂര് മത്തി കൊണ്ടുവരുമ്പോൾ ശകലം അരച്ചു വരട്ടിയിട്ട് ശകലം വെട്ടിയല്ലേ എല്ലാം കൊണ്ടുവരുന്നത്. ശകലം പീരയും വെക്കാം. ബാക്കി ചിക്കനും പോർക്കും എടുത്ത് അകത്ത് വെക്കാം. അപ്പോൾ ഇന്നത്തെ പരിപാടി തീർന്നു. എല്ലാവരും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ? വീഡിയോ ഒന്ന് കാണാവോ? എന്നിട്ട് ലൈക്കൊന്ന് ചെയ്യാവോ? ലൈക്കയിലൊന്ന് കുത്തുന്നതിന് ഒരു പ്രശ്നവും ഇല്ലല്ലോ. ലൈക്ക് ചെയ്യാവോ? എന്നിട്ട് കമൻറ്റ് ചെയ്യാവോ? പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവോ? അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നാളെ അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ചക്കരയമ്മ.